ഡിയർ ഫ്രണ്ട്സ്, എത്ര സുഹൃത്തുക്കളുണ്ടായിരുന്നാണ് നിങ്ങൾക്ക്? കൂടെ കളിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും സ്കൂളിൽ പോകുമ്പോൾ തല്ലുകൂടാനും പിണങ്ങാനും ഇപ്പോൾ കൂട്ടിന് ആരുമില്ല അല്ലേ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ വൃക്ഷങ്ങൾ കണ്ടിട്ടില്ലേ? അവ എത്രത്തോളം മുകളിലേക്കാണ് പണിയാറുള്ളത്. മുകളിലേക്ക് എത്ര പണിയണമെങ്കിലും അത് നിലനിൽക്കണമെങ്കിലും അതിന് നല്ല ഉറപ്പ് വേണം. അതാണ് നമ്മൾ ദിനവും ചെയ്യാറുള്ളത്. കെട്ടിടം താഴെ നിന്ന് നല്ല ഉറപ്പിൽ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. നല്ല ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലേ മുകളിലേക്ക് പണിയുവാനും അതിൽ നിലനിൽക്കുവാനും കഴിയും. വിജനതയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓരോ കാലടിയും മുന്നോട്ട് വയ്ക്കുമ്പോഴും ഈ കൂറ്റാക്കൂറ്റി ഇരുട്ടിൽ അനേകം ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നിന്റെ കൂടെ ആരുമില്ല, നീ തനിച്ചാണ് എന്ന് പറയുന്ന അനേകം പേരുണ്ടാകാം. ഒരു കൈത്താങ്ങിന് സഹായത്തിന് ആരുമില്ല എന്ന് പറഞ്ഞ് സഹതപിക്കുമ്പോൾ ഉള്ളിലൊരു പുഞ്ചിരിയുമായി അവർ നിന്നോട് പറയും. നിന്റെ ഉള്ളിലെ ധൈര്യം ചോർത്തിക്കളയുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന അനേകം പേർ. അവർക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനി ഭസ്യോപജായതേ. കാരണം അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. പ്രസാദിച്ചുകൊണ്ടുള്ള മുഖമുള്ളൊരുവന്, അതായത് ഏത് പ്രശ്നങ്ങളെയും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്നവന് അവയെല്ലാം ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതായത് പരാജയങ്ങളെ നോക്കി, വേദനകളെ നോക്കി, ഒറ്റപ്പെടുത്തലുകളെ നോക്കി സത്യസന്ധമായി നമ്മൾ പുഞ്ചിരിച്ചു തുടങ്ങിയാൽ എതിരാളികൾ ഭയം തുടങ്ങും. കാരണം എല്ലാ തരത്തിലുള്ള കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളെയും തോൽപ്പിക്കുന്ന മറുപടിയാണ് ഇനി വരാൻ പോകുന്നത്. എങ്ങനെ, എവിടെയാണ്, എന്തിലാണ് നമ്മുടെ തോൽവിയുടെ കാരണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് നമ്മൾ ചികഞ്ഞ് കണ്ടെത്തി അവ പരിഹരിക്കുവാൻ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും അതാത് രംഗത്തു പ്രവർത്തിക്കുന്ന അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ഉപദേശവും തേടി ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് ഇനിയുള്ള നാളുകൾ നമ്മുടേതാണ്. ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറയുന്നത്, ഒറ്റയ്ക്കുള്ള പാത എന്ന് പറയുന്നത് അതികഠിനമാണ്. മനസ്സിനെ മുറിവേൽപ്പിക്കുവാൻ നിരവധി വ്യക്തികൾ നിരവധി തവണ നിരവധി സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ആരും സഹായത്തിനുള്ള സമയത്ത് ഒരു യുദ്ധം തന്നെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നാലും ഭയമില്ല തന്നെ. നമുക്ക് വിജയിക്കണമെങ്കിൽ മുന്നോട്ട് പോകുകയേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്കാണ്. എന്നാൽ നിങ്ങൾക്കങ്ങനെയല്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ വർഷങ്ങളെങ്കിലും വേണ്ടിവരും. എനിക്ക് അങ്ങനെയല്ല. ഒറ്റയ്ക്ക് നടക്കാൻ ശരീരത്തിനേക്കാൾ ബലം മനസ്സിനാണ്. നെഗറ്റീവ് ചിന്തകളെ ചവിട്ടി പുറത്താടുന്നതാണ് എൻ്റെ ഉറച്ചോരോ കാൽവെപ്പുകളും.